ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ 65 ആണ്. പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസുള്ള കഷ്ണമാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആണെങ്കിൽ നന്നായിരിക്കും. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നല്ല ജീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കൂടുതൽ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. അതേമാതിരി ചിക്കൻ നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് മാറും. പിന്നീട് നമ്മൾ പൊടികളൊക്കെ കുറേ അധികം ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. അഥവാ ലൂസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഇത് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ചധികം സമയം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതേമാതിരി റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നല്ല റെഡ് കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് റെഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കളർ ചേർക്കുന്നേ ഉള്ളൂ. ഇനി ഒരു കടായി അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടേണ്ടതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ.